ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നേ ഇരുമ്പാമ്പുളിയും പരിപ്പും കൂട്ടാൻ വെച്ചാലോ? നേരത്തെ ആ ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ട് അച്ചാറുണ്ടാക്കിയില്ലേ, ഇനി ഇരുമ്പാമ്പുളി കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാട്ടാ. അപ്പൊ ഞാനേ കുറച്ച് പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടുണ്ട് കേട്ടാ. ഇതാ തീയൊക്കെ പൂട്ടി. ഞാന് മറ്റേ മൺകലത്തിലാണ് വെക്കാറ്. ഇപ്പൊ മൺകലം ഇല്ലാത്ത കാരണം ഞാൻ ഈ കലത്തിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ അത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ, അപ്പേക്ക് നമുക്ക് ഇരുമ്പാമ്പുളി റെഡിയാക്കാട്ടാ. അപ്പൊ നോക്കിയേ, ഞാൻ കുറച്ച് പച്ചമുളകും ഒരു 4 പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് ഇരുമ്പാമ്പുളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടോ? നമുക്കിതേ പരിപ്പ് നന്നായി വെന്ത് കഴിഞ്ഞാല് നമുക്കിത് അതിലേക്ക് ഇടാട്ടാ. എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇരുമ്പാമ്പുളി ഉണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ് ഇട്ടത്. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയൊക്കെയാവും വെക്കുന്നുണ്ടാവുക, പക്ഷെ ഞങ്ങളുടെ അവിടെ എങ്ങനെയാട്ടാ വെക്കണേ. നോക്കി നോക്കട്ടെ വെന്തിട്ടുണ്ടോന്ന്. വെന്തിട്ടില്ല, ഒന്നും കൂടി ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണങ്ങൾ എടുത്തിടാട്ടാ. അപ്പോഴേ നമ്മുടെ പരിപ്പ് ഇട്ടിട്ട് കുറെ നേരമായിട്ടുണ്ട് കേട്ടാ. അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇടാം. അപ്പൂസ് കളിക്കാൻ പോയിട്ടുണ്ട്, അവൻ വരേണ്ട നേരമായി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും കറിയാവണ്ടേ. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ കേട്ടാ. അപ്പൊ നോക്കിയാൽ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടാ. കാണിച്ചു തരാം. നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപ്പ്. കണ്ടോ? നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മളിതാ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതാ പച്ചമുളക്, തക്കാളി, ഇരുമ്പാമ്പുളിയൊക്കെ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടി ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. പിന്നെ ഒരു തരി ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പിട്ടുണ്ട്. ഇനി വേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് മുളകും പൊടി. നമ്മള് പച്ചമുളക് ഒരു 4 ഇട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് മുളക് ഇട്ടാൽ മതിട്ടാ. മുളക് കരി ഇട്ടിട്ടുള്ളൂ കേട്ടാ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടാ. എന്നിട്ട് നമുക്ക് അടുത്ത പണിക്ക് കിടക്കാം. അപ്പൊ നോക്കിയേ, ഞാൻ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട് കേട്ടാ. കണ്ടോ? ഒരു മുറി നാളികേരമുള്ളൂ കേട്ടാ. അപ്പൊ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാട്ടാ. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വലിക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണമൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടാ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചേർത്ത് വെക്കാം. പച്ചക്കറി വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് എന്നും എന്താ പറയാ, ചമ്മന്തിയും പിന്നെ മീൻകറിയും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാ. ഇന്നൊരു പപ്പട അല്ലെങ്കിൽ ഉണക്കമീനും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടായി ചോറുന്നേ. ഈ കറി കൂട്ടിയിട്ട് ഊണായിട്ട് നല്ല കൂടുതലുള്ള കറിയിട്ടില്ല. നോക്കി കേസ് കറിയുടെ കളർ കണ്ടോ, മഞ്ഞക്കൂട്ടാൻ. ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. ഇത് നമുക്കിത് വറവിടാട്ടാ. അപ്പൊ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി കറി വറവിടാട്ടാ. ചട്ടി അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കട്ടാ.
എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് പൊട്ടിക്കട്ടെ. നിങ്ങളുടെ അവിടേക്ക് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമന്റ് ഇടട്ടാ. ഞങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. മറ്റേ മുളകുണ്ടല്ലോ, എന്താ അതിന് പറയുക, മറ്റേ കുത്തുമുളകില്ലേ, കുത്തുമുളകിന്റെ വലുത്, ആ മുളക് ഇടുന്നത് നല്ലതാട്ടാ. എനിക്കിപ്പോൾ അതില്ല, അതുകൊണ്ട് കടുക് മാത്രമേ ഇടുന്നുള്ളൂ. പൊട്ടിത്തെറിക്കണം. അപ്പോൾ നമ്മുടെ വേപ്പില, നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കിത് നേരെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇരുമ്പാമ്പുളി കറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തൊക്കെയുണ്ടാ പോയില്ലേ? മുട്ട ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ നമ്മള് കാലത്തെ ഇരുമ്പാമ്പുളി അച്ചാറും ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയാന്ന് അഭിപ്രായം പറയും. കഴിച്ചിട്ട് ഇരുമ്പാമ്പുളി എടുക്കാം, ഇരയ്ക്കാം. ഇന്നൊരു പപ്പടം 2 പീസ് എടുത്തിട്ട് ഇരിക്കി വയ്ക്കാം. ഒരു മുട്ട എടുത്തിട്ട് വെക്കാം. തിന്നോട്ടെ. ഓ ഉപ്പിടാണ് ചിക്കാർത്തല്ലേ അതേപോലെ കോഴിമുട്ട കറി എങ്ങനെ ഉണ്ട്? കറി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പൊ അച്ഛല്ല, അച്ഛൻ പണിക്ക് പോയിക്കാണ്. അപ്പൊ ഉച്ചയ്ക്ക് കളി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടാ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.